വ്യഭിചാരം അധികരിക്കുമത്രേ, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കുമത്രേ. മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ലോകത്ത് മുഴുവനും വല്ലാത്ത അരക്ഷിതാവസ്ഥയാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിലിരിക്കുന്ന തുർക്കി മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ള രാജ്യമാണ് ഇപ്പോൾ ഇത് തുർക്കി. ആ തുർക്കി എന്ന രാജ്യം നഷ്ടപ്പെടും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി ലോകത്ത് നരാരിക്കുന്നതാകുന്ന ചില സംഭവങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്താൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ തുർക്കി ആദ്യമായി പിടിച്ചത് തീർത്തത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. നബി തങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബാ, ഈ അടുത്തിടെ തന്നെ നിങ്ങൾ തുർക്കി പിടിച്ചെടുക്കുമേ, അതിൽ നിങ്ങൾ പങ്കാളികളാകണേ. വലിയ കൂലിയാണ്, വലിയ ദറജയാണ്, വലിയ കൂലിയാണ്, നിങ്ങൾ അതിൽ പങ്കെടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും അടക്കം ഒരുപാട് സ്വഹാബത്ത് പോയി ആ തുർക്കി പിടിച്ചെടുത്തു. തുർക്കി പിടിച്ചെടുക്കാന്ന് പറയുന്നത് ഇസ്ലാമികമാകുന്ന സംസ്കാരങ്ങളും ഇസ്ലാമികമാകുന്ന ആശയ ആദർശങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുവരിക, അതാണ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞ ആശയം. അങ്ങനെ കൊണ്ടുവന്നു ശേഷം തുർക്കി പോയി. രണ്ടാമത് ഇപ്പോൾ വീണ്ടും തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഇസ്ലാമിക മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ തുർക്കി നഷ്ടപ്പെട്ടു പോകും. ആര് പറയുന്നു? സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തുണ്ടാവുള്ളൂ? ലോകാവസാനം ഉണ്ടാവുള്ളൂ. നിങ്ങൾ പത്രം നോക്കി വരുന്നോളി, എപ്പോഴാണ് തുർക്കി യുദ്ധം വരുന്നതെന്ന് നോക്കി. ഇതൊക്കെ സംഭവിക്കാനിരിക്കുകയാണ്. തുർക്കി എന്ന രാജ്യം നഷ്ടപ്പെട്ടു പോകും മുസ്ലിമിന്റെ കയ്യിൽ നിന്നെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നടക്കാനിരിക്കുക. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ള സർവർക്കും സാമ്പത്തികമാകുന്ന നാശനഷ്ടങ്ങൾ കടന്നു വരുമേ. എത്രത്തോളം അങ്ങനെ നാശനഷ്ടങ്ങൾ കടന്നു വരുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മ ഇല്ലാ ലതമതുഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ നിന്ന് ഒരാളെ പോലും ആവശ്യവും പ്രയാസവും ദുഃഖവും അഥവാ സാമ്പത്തികപരമാകുന്ന ബുദ്ധിമുട്ടും ശാരീരികപരമാകുന്ന ബുദ്ധിമുട്ടും ഇമാം മഹ്ദി കടന്നു വരുന്നതിന് മുമ്പ് ഒരാളെ പോലും സ്പർശിക്കാതിരിക്കുകയില്ല. ഇല്ലാ ലതമതുഹു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം. ലതമ എന്ന പദത്തിന്റെ അർത്ഥം മുഖത്തടിക്കുക എന്നാണ്. ഇല്ലാ ലതമതുഹു, മുഖത്തടിച്ചിട്ടല്ലാതെയല്ല സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും അത് വരും. മുസ്ലിമാണോ അവനെല്ലാം വരും. അഥവാ അംഗത്വം പോലും കൃത്യത വരുത്തുന്ന സമയമാണത്. മുസ്ലിമാണോ അല്ലേ എന്നുള്ളത് അപ്പോഴാണ് തിരിച്ചറിയുക. ഈ വിഷമവും ദുഃഖവും അവന് വന്നിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി വിഷമവും ദുഃഖവും വന്നാൽ അവ മനസ്സിലായിക്കോട്ടെ, നീ ആരാണ്? മുഅ്മിനാണ്. കാരണം അള്ളാഹു നിന്നെ മുഅ്മിനായി തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് നിനക്ക് വന്നിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തീർന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നാണ്. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടും. അത് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടത്. ഏതാണത്? നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യൻജു മിൻഹാ ഇല്ലാ മൻ ദഅ കദുആഇൽ ഗരീഖി ഫിൽ ബഹരി.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വെളുത്ത മണലിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന സഹോദരങ്ങളെ, ലോകാവസാന സന്ദർഭത്തിൽ സാമ്പത്തികമാകുന്ന ശാരീരികപരമായ മാനസികപരമാകുന്ന പിരിമുറുക്കങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു കവചം അല്ലാഹുവിന്റെ റസൂല് ഈമാനുള്ളവർക്ക് പഠിപ്പിക്കുകയാണ്. അത് വിശ്വാസമുള്ളവർക്കേ കാര്യമുള്ളൂ. ലാ യൻജൂ മിൻഹാ, ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇല്ലാ മദാ കദ്വാഇൽ ഗരീഖ് ഫിൽ ബഹരി, സമുദ്രത്തിൽ മുങ്ങിത്താഴുന്ന മനുഷ്യൻ കരയിൽ നിൽക്കുന്നവരോട് എന്നെയൊന്ന് രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് യാചിക്കുന്നത് പോലെ അവൻ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനോട്, അള്ളാഹുവേ പടച്ചറപ്പേ, ഞാനിതാ കടക്കണിയിൽ അകപ്പെട്ടു, ഞാനിതാ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്, ഞാനിതാ പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാതെ പ്രാർത്ഥിക്കാതെ ലാ യൻജൂ മിൻഹാ, ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒറ്റ മാർഗ്ഗമുള്ള എന്ത് വേണം? ദുആ വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് മാത്രമേ രക്ഷയുള്ളൂ. ഇതുകൊണ്ട് തന്നെയാണ് നബിതങ്ങളെ കാലക്കൂട്ട പറഞ്ഞത് എന്ത്? സിലാഹുൽ മുഅ്മിനീൻ, മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് വാളല്ല, മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് പരിചയമല്ല. മുഅ്മിനിന്റെ ആയുധം അദ്ദുആ, പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോട് പ്രാർത്ഥിക്കണം? അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ആര് ദുആ ചെയ്യുന്നു? 27 രാവിലെ കണ്ട് ദുആ ഇരുന്നപ്പോൾ ഉസ്താദിന്റെ കൂടെ ചെറുതായിട്ടൊന്ന് കരഞ്ഞല്ലാതെ നമ്മൾ ഇന്ന് വരെ റബ്ബിനോട് ശരിക്കൊന്ന് ചോദിച്ചിട്ടുണ്ടോ? സത്യം പറയും. ഒന്ന് ഓരോരുത്തരും അവനവനെ കുറിച്ചൊന്ന് ചിന്തിക്കും. നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യം പറഞ്ഞ് എപ്പോഴാണ് ഒന്ന് കൈനീട്ടിയിട്ടുള്ളത്? പ്രശ്നങ്ങൾ വരുമ്പോഴും ഓടി നമ്മൾ ഉസ്താദിന്റെ അടുത്തോട്ടില്ലും, പ്രശ്നങ്ങൾ വരുമ്പോഴും ഉമ്മ അടുത്തോട്ടില്ലും, പാപ്പ അടുത്തോട്ടില്ലും, ഉസ്താദുമാരുടെ ചെല്ലും, ഇല്ലെങ്കിൽ വെട്ടി നിലവിളിക്കും, ദുആ ചെയ്യൂല, 2 റക്അത്ത് നിസ്കരിക്കൂല, ഇബാദത്തിലേക്ക് തിരിയൂല, അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ പറയൂല. ഇവിടെയല്ലേ മുസ്ലിമിന് തകർച്ചയുണ്ടായത്? പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് ثم لا تنصرون ثم لا تنصرون ثم لا تنصرون. ഈ ദുനിയാവിൽ വിഷമങ്ങൾ വരുമ്പോ, ഈ ദുനിയാവിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, ഈ ദുനിയാവിലെ കച്ചവടങ്ങൾ തകർന്നു പോകുമ്പോ, ഈ ദുനിയാവിലെ കച്ചവടം ചെയ്യാനുള്ളതാകുന്ന സാഹചര്യങ്ങൾ ഇല്ലാതായി പോകുമ്പോ, ഇരുട്ടിന്റെ മറവിൽ ഇരുട്ടിന്റെ ശക്തികൾ വന്നുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങളെ തച്ച് തകർക്കുമ്പോ, ഇല്ലാതാക്കുമ്പോ, കുടുംബാദികളെ നിഷ്ഠൂരം കൊല ചെയ്യപ്പെടുമ്പോ, അയൽവാസികളെയും ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും നിന്നോട് ബന്ധപ്പെട്ട സർവരെയും ഇല്ലാതാക്കുമ്പോ നിനക്ക് ഒരേ ഒരാളെ ഉള്ളൂ, അത് അല്ലാഹു. അല്ലാഹു 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 മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ റാത്തീബ് പാരായണം ചെയ്തവരല്ലയോ? ആ റാത്തീബിലേക്ക് മഹാനുഭാവൻ അവസാനമായി കൊണ്ടുവരുന്നതും അല്ലാഹ് എന്ന മഹത്തായ കലിമയല്ലയോ? അല്ലാഹു അല്ലാഹു അല്ലാഹ്. ആ പടച്ചറബിലേക്ക് തിരിയലല്ലാതെ രക്ഷയില്ല, രക്ഷയില്ല. 5 വഖത്ത് നമസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യും മുഅ്മിനേ. ദുആഉ തുബരി കുല്ലി സ്വലാത്തി മുസ്തജാബ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഉടനെയുള്ള പ്രാർത്ഥന ഇജാബത്താണ്, ഇജാബത്താണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. സാത്വികരാകുന്ന ഉലമാക്കള്, സയ്യിദന്മാര് നമുക്ക് വേണ്ടി നമസ്കാരങ്ങൾ കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ, മുഅ്മിനേ, മുഅ്മിനത്തെ, എന്റെ പ്രിയപ്പെട്ട സഹോദര, എവിടെയാണ് നീ ശ്രദ്ധ ചതിക്കുന്നത്? എവിടെയാണ് നീ ശ്രദ്ധിക്കുന്നത്? ആമീൻ പറയാൻ നമുക്ക് സമയമില്ല. ഒറ്റയ്ക്ക് ദുആ ചെയ്യാൻ പോലും നമ്മൾ തയ്യാറല്ല. ലാ യൻജൂ മിൻഹാ ഇല്ലാ മദാ കദുആഇൽ ഗരീഖ് ഫിൽ ബഹരി.
സമുദ്രത്തിന്റെ ആഴിയിലേക്ക് ആപതിക്കുന്ന മനുഷ്യൻ അവന് കരയിൽ നിൽക്കുന്നവരോട് ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടിയേ വിളിക്കുകയുള്ളൂ. കാരണം മുങ്ങി താഴുകയാണ്, നീന്തൽ അറിയാത്തവനാണ്, എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിലവിളിക്കുന്നത് പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി വിളിക്കലല്ലാതെ ലാ യൻജൂ മിൻഹാ, ഈ മുസ്ലിമീങ്ങൾ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. രക്ഷാകവചം ഒന്ന് ഏതാണ്? ദുആ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനെന്ത് വേണം? അതിനെ ദുആ സ്വീകരിക്കണമെങ്കിൽ ആദ്യം വേണം, അതിന് കുറെ കടമ്പകളുണ്ട്. അതാണ് പറയുന്നത് 5 വഖത്ത് നമസ്കാരം. മഗ്രിബിന് തൊട്ട് മുമ്പ് ദുആ ചെയ്യുക ഇജാബത്തുള്ളതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് തൊട്ട് മുമ്പ് ഒരു വശംസിയും കൂടെ ഓതിയാൽ വളരെ ബെറ്ററായി. സാമർത്ഥ്യലബ്ധിക്കെന്ത് വേണം സാഹിബി, വശംസിയോദിക്കോ ഖുബൈലൽ മഗ്രിബി. ബഹുമാനപ്പെട്ട ശൈഖുന തഅ്വ ഉസ്താദ് അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ മദദ് ഈ സദസ്സിലേക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എന്താ പറയുന്നത്? മഗ്രിബിന് തൊട്ട് മുമ്പ്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എന്ത് സൂറത്ത് ഓതാൻ? വശംസി ഓതുക. بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها. ഈ സൂറത്ത് കൊണ്ട് പരിപൂർണമായി ഓതുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സൂറത്ത് കൊണ്ട് പരിപൂർണമായി ഒരു വ്യക്തി മഗ്രിബിന് തൊട്ട് മുമ്പ് ഓതിയാൽ സാമർത്ഥ്യം. ഇപ്പൊ കുട്ടികൾക്കൊക്കെ സാമർത്ഥ്യം ഇല്ല. എന്തിന് സാമർത്ഥ്യം ഇല്ല? ദീനിന്റെ വിഷയത്തിലുള്ള സാമർത്ഥ്യമാണ് കേട്ടോ ഇത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മറ്റുള്ളതിനൊക്കെ ഉണ്ട്. ജിമിക്കി കമ്മല് 10 പേരെ മുന്നിൽ കളിക്കാൻ പറഞ്ഞ വേണം, ഇപ്പൊ കയറി കളിക്കും സ്റ്റേജില് താന്തരിക്കടതോ. അത് നമ്മുടെ മക്കള് റെഡിയാണ്. ഇപ്പൊ വിളിച്ചാൽ മതി. ആ മറയുടെ അപ്പുറത്ത് വിളിച്ചാൽ മോളെയും ഒരു പാട്ട് പാടന്ന് കളിക്കാൻ പറഞ്ഞ ഇവിടെ കടന്ന് തുള്ളി മറിയും. ഫാത്തിഹ ഓതാൻ പറഞ്ഞ നേരെ നമ്മളില്ല. ഇതാണ് നമ്മുടെ മക്കൾ. അല്ലാഹു കാക്കട്ടെ. കാരണം എന്താ? വാപ്പത പഠിപ്പിച്ചിരിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ, സമൂഹത്തിന്റെ മുന്നിൽ തന്റെ പ്രിയപ്പെട്ട മക്കള് തന്റെ ഇടമുള്ളവളാണ്, വിവേകമുള്ളവനാണ്, ഇൽമുള്ളവനാണ് എന്ന് വരുത്തി തീർക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. അവര് ലോകത്തിന് കാഴ്ചവെച്ചതാ. സിനിമാ പാട്ട് പാടുകയാണെങ്കിൽ ലോകത്ത് നമ്പർ 1. ദീന് പറയുമ്പോ ഖുർആൻ ഓതുക, ദിക്ർ ചെല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 സ്വലാത്ത് ചൊല്ലി കേൾപ്പിക്കുക, അതൊക്കെ എന്ന് പറയുന്നത് നമ്പർ 2, പുറകോട്ട് പോവാണ്. മറ്റുള്ളതിന് മുൻഗണന നമ്മൾ തന്നെ കൊടുത്തു. കൊച്ചുകുട്ടികൾ ജനിച്ചു വരുമ്പോഴേ സിനിമാ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാൻ. പാട്ട് കേൾപ്പിച്ചെങ്കിൽ കുട്ടികൾ ആഹാരം കഴിക്കുള്ളൂ. ഈ ഒരു കൊലത്തിലേക്ക് മാതാപിതാക്കൾ തന്നെ തർത്തീബ് ചെയ്തു പോരാ. അതുകൊണ്ട് തന്നെ വാപ്പാടെ ഉമ്മാടെയും ടച്ച് സ്ക്രീൻ കൊച്ചിന്റെ കുട്ടികളുടെ കയ്യിലായപ്പോഴും ശരിയല്ലേ? അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ തർബിയത്ത് പോലെ ഇരിക്കും. കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടില്ലേ? താരാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട ഉമ്മ തന്റെ പ്രിയപ്പെട്ടതാകുന്ന പൊന്നുമോൾക്ക് കൊടുക്കുന്ന താരാട്ട് പാട്ട് ജിമിക്കി കമ്മലിന്റെ പാട്ടാണ്. ആദ്യം പാടിക്കൊടുക്കും. എന്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ 2 വരി അങ്ങോട്ട് പാടിക്കൊടുക്കുമ്പോ കുഞ്ഞ് അതനുസരിച്ച് റാഹത്തായിട്ട് കിടന്ന് തുള്ളി ഉറങ്ങാൻ പോവാൻ. ഇത് ഉമ്മ 2 വരി നിർത്തിയതിനു ശേഷം എത്തി ഉസ്താദ് കേട്ടില്ല. അത് കേട്ടില്ലേ? എല്ലാരും കണ്ട സംഭവം. ഈ കാണാത്തവരുണ്ടെങ്കിൽ ഉസ്താദ് കാണിച്ചു തരും. അതിനാണ് ഈ ഉസ്താദിനെ ഒരാളെ സാക്ഷിയാക്കി. അല്ലേ? കളഞ്ഞോ? അത് വീഡിയോ കളഞ്ഞത് ആരും വരല്ലേ എന്ന്. അതാണ് മൂപ്പര് പറഞ്ഞത്. ജിമിക്കി കമ്മലിന്റെ പാട്ട് കെട്ടുകൊടുക്കണം. ഒന്ന് ചിന്തിച്ചു നോക്ക്. താരാട്ട് പാടുകയാണ് കുട്ടി കിടന്നുകൊണ്ട് കുലുങ്ങി നല്ല റാഹത്തായിട്ട് ഉറങ്ങം കൊണ്ട് വരുമ്പോ ഉമ്മ ഉടനെ നിർത്തും. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കുമ്പോ കുട്ടി ഇത് വേണ്ട. ഏത് മതി? ഉമ്മ ചോദിക്കണം എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ മറ്റേത് മതി. സംസാരിക്കാൻ ശേഷി ആയിട്ടില്ല. 1 വയസ്സ് 1.5 വയസ്സേ ഉള്ളൂ കുട്ടിക്കുള്ളൂ. തൊട്ടിലിൽ കിടക്കാൻ. ലൈവ് വീഡിയോ ആരാ പിടിച്ചിരിക്കുന്നത്? ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാണ്. ആര്? ഉമ്മ തന്നെ. കാരണം എന്റെ മക്കൾക്ക് വിവരം ഉണ്ടെന്ന് അറിയിച്ചു വരിക ലോകത്തിന് മുഴുവൻ.
എന്റെ മോക്ക് ജിമിക്ക് കമ്മൽ മതി. അത് കഴിഞ്ഞപ്പോൾ ഉമ്മ രണ്ടുപേരും ഏത് പാടിക്കൊടുക്കും? ജിമിക്ക് കമ്മൽ പാടിക്കൊടുക്കും. ഉടനെ കുട്ടി നല്ല റാഹത്തായിട്ട് ഇങ്ങനെ വരത്തോട്ട് ഇങ്ങനെ ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഉമ്മ നിർത്തിയിട്ട് വേറെ അടുത്ത പാട്ട് പാടും, അടുത്ത വേറെ പാട്ട് പാടും. ആ പാട്ട് പാടി കഴിയുമ്പോഴത്തേക്ക് ഉടനെ കുട്ടി എന്താണ് വീണ്ടും ഉടനെ എഴുന്നേറ്റ് താത്താന്ന് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. താത്താന്നോ മാമാന്നോ അങ്ങോട്ട് വിളിക്കുകയാണ്. കുട്ടി വിളിച്ചിട്ട് പറയും ഇത് പാട്ട് വേണ്ട, എനിക്ക് അടുത്ത മറ്റേ മതി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ലോകത്തിന്റെ അവസ്ഥ എവിടേക്കാണ്? ചിന്തിച്ചു നോക്ക്. ഈ ലോകത്തിന്റെ അവസ്ഥ എവിടെയാണ്? ഒന്ന് ചിന്തിച്ചു നോക്ക്. കാരണം അവർക്കൊക്കെ ഇവര് പുതിയ യുഗത്തിലല്ലല്ലോ, ഇവർ ഈ കാലഘട്ടത്തിൽ സത്യത്തിൽ പഴയ ആളുകളാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മർത്തബയിലേക്ക് എത്തിയവരാണ്. ലോകം തിരിച്ചറിയാത്തവരാണ്. അള്ളാഹുരെ സാന്നിധ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അവർക്ക് ഈ തലമുറയിലെ പാട്ടും കാര്യങ്ങളൊന്നും അറിയില്ല. അവരെന്താണെന്ന് ഇങ്ങനെ അന്താളിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം. കാരണം എവിടെ ചെന്നാലും കേൾക്കുന്നത്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോഴത്തേക്കും ട്രെയിനിൽ വല്ലാത്ത ശബ്ദത്തിൽ മുസ്ലിം പെൺകുട്ടി, തലയിൽ തട്ടമിട്ട പെൺകുട്ടി, AC കോച്ചിൽ പോലും യാതൊരുവിധ മടിയില്ലാതെ ഉളുപ്പില്ലാതെ നാണമില്ലാതെ സിനിമാ പാട്ട് ഒച്ചത്തിൽ വെക്കുക. സാധാരണ ഇത് ചെറുപ്പക്കാർ തലതെറിച്ച പിള്ളേരാണ് ഇങ്ങനെ ട്രെയിനിൽ കയറിയ പാട്ടും വെച്ചിരിക്കുക. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അവരോടുള്ള എന്റെ കൺസെപ്റ്റ് അതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാരണം ദീനൊട്ടും തൊട്ടും തീണ്ടിയിട്ടില്ലാതെ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനമാണത്. മറ്റുള്ളവരെ പോലും അവരുടെ കാര്യങ്ങളുടെ, അവരുടെ സംസാരത്തെ, അവരുടെ ഫോൺ വിളികളെയും അവരുടെ ചിന്തകളെയും തട്ടി ഉണർത്തുന്ന, അല്ലെങ്കിൽ അവരെ മുഴുവനും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കമ്പാർട്ട്മെന്റിൽ കയറി സിനിമാ പാട്ട് ഇവനെ ഹെഡ്സെറ്റ് വെച്ച് സ്വന്തമായിട്ട് കേട്ടാൽ പോരെ, ബാക്കിയുള്ളവരെ കൂടി ബാത്തിലാക്കുക, അവരുടെ അമല് കൂടി ഇല്ലാതാക്കുക. അങ്ങനെ ഒരു പെണ്ണ്, മുസ്ലിം തട്ടമിട്ട മുസ്ലിം സഹോദരി, തലയിൽ തട്ടമിട്ട ഒരു പെണ്ണ് ഒരു മടിയുമില്ലാതിരുന്ന പാട്ട് കേൾക്കുന്ന ഒരു കാലഘട്ടം ഈ സമൂഹം എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ പാട്ടുകൾ ഇങ്ങനെ പലതും കേൾക്കും, പല യാത്രകളിലും. കാരണം എല്ലാണെങ്കിലും ഔസ്ബീകൾ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, ലോകം മുഴുവൻ കേൾക്കാം, എവിടെ ചെന്നാലും ഉണ്ട്, ഏത് കല്യാണ സദസ്സിലും ഉണ്ട്. ഉസ്താദുമാര് വന്ന് നിക്കാഹ് നടത്തി. അല്ലാഹുവേ ഈ നിക്കാഹിൽ ബറക്കത്ത് നൽകണേ, അല്ലാഹ് ഐശ്വര്യം കൊടുക്കണേ, ബറക്കത്ത് നൽകണേ. ഈ വധൂവരന്മാർക്കിടയിൽ നീ നല്ല ബറക്കത്ത് നൽകണേ, ഐക്യം നൽകണേ, ഇവർക്കിടയിൽ സ്നേഹബന്ധം നിലനിർത്തണേ, ഇവർക്ക് സാലിഹീങ്ങളാകുന്ന മക്കൾ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉസ്താദ് അതേ സദസ്സിലൂടെ വരുമ്പോ ഇതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ 5 മിനിറ്റ് മുമ്പ് ഏതൊരു പെണ്ണിന് വേണ്ടിയാണോ, ഏതൊരു സഹോദരന് വേണ്ടിയാണോ ഇവർക്ക് സാലിഹീങ്ങളാകുന്ന മക്കൾ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തിട്ടുള്ളത്, അതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സിനിമാ പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കുകയല്ലയോ. വധൂവരന്മാര് ഡാൻസ് കളിക്കാണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തുകൊണ്ട് ഡിസ്കോ ഡാൻസ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. 5 മിനിറ്റ് മുമ്പോട് ആലിമീങ്ങൾ ദ്വാരുന്ന അള്ളാഹുയുടെ ബർക്കത്ത് ചെയ്യണേ. ധാര നടത്തുന്നത് ഇത് മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ ഇപ്പൊ വന്നിരിക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതിനെ അടച്ചാക്ഷേപിച്ചേ പറ്റും, പറയാതിരിക്കാൻ സാധിക്കില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിനൊക്കെ ചിലർക്ക് നല്ലപോലെ പൊള്ളിക്കോട്ടെ, നമുക്കെന്താ വിഷയം? ദീൻ പറയുന്നതിന് യാതൊരുവിധ മടിയില്ല. അവർ തുറന്നു തന്നെ കൂടെ പറയാണ്, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ എടുക്കാം, അല്ലെങ്കിൽ ആഖിറത്തിൽ നഷ്ടപ്പെടും, ആഖിറം നഷ്ടപ്പെടും. ഈ ദുനിയാവിൽ ഈ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കലല്ല വാള്. ഇത് നമ്മുടെ കാതിലൂടെ കേട്ട് മറു കാതിലൂടെ കടത്തിവിടലല്ല, ഹൃദയത്തിലേക്ക് വരട്ടെ, ഹൃദയത്തിലേക്ക് വരട്ടെ, ഹൃദയത്തിലേക്ക് സന്നിവേശിക്കട്ടെ ഈ വാളുകൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്രയോ മോശപ്പെട്ട പ്രവണതയിലേക്ക് നമ്മൾ പോകുന്നു. എന്ത് വേണം നമുക്ക്? നമ്മൾ ദുആ ചെയ്യണം, നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കണം. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ദുആയിലാണ്. എത്രയോ സാലിഹീങ്ങളാകുന്ന ആളുകളുടെ ദുആണ്, സാലിഹീങ്ങളുടെ ദുആണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പ്. എന്നിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പ് തൊട്ടുമുമ്പുണ്ടാകുന്ന ഏറ്റവും വലിയ മറ്റൊരു സംഭവം, യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഏതാനും ചില കാര്യങ്ങളെ, മെയിൻ വിഷയങ്ങളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ. കള്ളുകൂടിയൊക്കെ അതിൽ പെട്ടതാണ്. കള്ളുകൂടിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം വല്ലാതെ കടന്നു വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കൊച്ചുകുട്ടികൾ പോലും ഡ്രഗ്സിന് അടിമപ്പെട്ട്, കൊച്ചുകുട്ടികൾ പോലും ഹാൻസ് വെച്ച് പാൻപരാഗ് വെച്ചുകൊണ്ട് സിഗരറ്റും വലിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഇന്നലെയും ഒരു കുട്ടിയെ കണ്ടു. കുട്ടിയുടെ ചുണ്ട് വല്ലാതെ കറുത്തിരിക്കുന്നു. ചോദിച്ചു, മോനെ സിഗരറ്റ് വലിക്കോ? 10ാം ക്ലാസ്സിൽ പഠിക്കാൻ. അവനോട് ഒരു പരിമല് കണ്ടു കഴിഞ്ഞാൽ നല്ല ദീനി ബോധമുള്ള ഒരു ചെറുക്കനാൻ, ചുണ്ട് വല്ലാതെ കറുത്തിരിക്കുന്നു. ഞാനൊരു സംശയം കൊണ്ട് ചോദിച്ചാണ്. അപ്പൊ അവനൊരു പരിമല്, എനിക്ക് അത് വീട്ടിലൊന്നും പറഞ്ഞേക്കല്ലേ, എനിക്ക് അവന്റെ വീടും അറിയില്ല, ഒന്നും അറിയില്ല. ഞാനെന്തായാലും അവരോട് ചോദിച്ചോന്നോളൂ, നോർത്ത് വയ്ക്കും. ഞാൻ പറഞ്ഞത് വീട്ടിലൊന്നും പറയല്ലേ, ഇത് പടച്ചോന്റെ അടുത്ത് വലിയ ശിക്ഷയാണ്, നീ ഇത് മാറ്റണം. ചിന്തിച്ചു നോക്ക്. ഇന്നലത്തെ സംഭവമാണ് പറയുന്നത്, ഇന്നലത്തെ ജുമാ കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഈ പറയുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. ശ്രദ്ധിക്കുന്നില്ല.
ശ്രദ്ധിക്കുന്നില്ല മക്കള്. അവന്റെ ശ്വാസകോശം എന്തുപോലെ ആവുന്ന സ്പോഞ്ച് പോലെ, അങ്ങനെയല്ലേ, സ്പോഞ്ച് പോലെ ആവും. പരസ്യത്തിലില്ലേ, കേട്ടിട്ടില്ലേ? അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ, ആബിദീങ്ങളും ഹാഫിദീങ്ങളും ആക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാമ്പത്തികപരമായി, ശാരീരികപരമായി, മാനസികപരമായി തളർച്ചകൾ മുസ്ലിമീങ്ങൾക്ക് മാത്രമായി നേരിട്ട് കൊണ്ടിരിക്കുമ്പോ അവർക്കിടയിൽ അതാ ഒരു വാർത്ത കേൾക്കുകയാണ്. എന്താണ് ആ വാർത്ത? പരിശുദ്ധമായ മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ യമാനിന്റെയും ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒരു മനുഷ്യൻ വന്നിരിക്കും അത്രേ. ആ മനുഷ്യന്റെ പേരാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ലോകം മുഴുവനും വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ, ഹിജാസിന്റെയും പരിസരത്തുമൊക്കെ ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ നിലനിൽക്കാൻ, ലോകം മുഴുവനും വലിയ പ്രയാസം നിലനിൽക്കാൻ. അപ്പോഴാണ് ഒരു വാർത്ത അറിയുന്നത്, ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ടുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ടതായ മഖാം ഇബ്രാഹിമിന്റെയും പരിശുദ്ധമായ മക്കയിൽ പുണ്യമാക്കപ്പെട്ട കഅബാലയത്തിന്റെ താഴെ, ആ കഅബാലയത്തിന്റെ ചുവട്ടിലുള്ള മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ യമാനിന്റെയും ഇടയിൽ ഒരു മനുഷ്യൻ നിശാ കഴിഞ്ഞു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഓടുകയാണ്. ആദ്യമായി മദീനക്കാർ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നീട് മക്കക്കാര് കടന്നു വരുമത്രേ, പിന്നീട് ഇറാഖികൾ കടന്നു വരുമത്രേ, പിന്നീട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തിലേക്ക് ഓടി വരികയാണ്, അദ്ദേഹത്തിന്റെ കൈക്ക് പിടിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദിയായി അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഹ്ദി ഇമാമിനെ കുറിച്ച് 1400 ആണ്ട് മുതൽ ലോകത്തിന്റെ നായകൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പേരും അദ്ദേഹത്തിന്റെ പേരും സാമ്യമുള്ളതാണ്. അഥവാ എന്റെ പേര് മുഹമ്മദ് എന്നാണ്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല. ഹബീബായ നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, മഹ്ദി ഇമാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വാചാലനാവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേരും എന്റെ വാപ്പാന്റെ പേരും സാമ്യമുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള എന്നാണ്, അത് തന്നെയാണ് എന്റെ ഉപ്പാന്റെ പേരും, എന്റെ ഉപ്പാന്റെ പേരിനോട് സാമ്യമുള്ളതാണ് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വഹുവ മിൻ തറത്തി, എന്റെ പരമ്പരയിൽപ്പെട്ടതാണ്, എന്റെ പേരക്കുട്ടിയാണ്. മിൻ സുലാലത്തി ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെ ഉള്ള മകനാണ് മഹാനായ മഹ്ദി എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബിയുടെ മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അതിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെയാണ് ആര് കടന്നു വരിക? ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു. ഹസനും ഹുസൈനും, വാപ്പ ഹസനും ഉമ്മ ഹുസൈനും പരമ്പരയിലൂടെയാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ടുള്ളത്. അതൊക്കെ ഞാൻ സാന്ദർഭ്യം ഓർമ്മപ്പെടുത്താം. കാരണം ഇനിയിപ്പോ മൊയ്തീൻ ശൈഖിന്റെ കണ്ടുവരുവാൻ പലർക്കും എന്താണ് മൊയ്തീൻ ശൈഖ് എന്ന് പോലും അറിയാൻ പാടില്ല. ആരാണ് മുഹീദ്ദീൻ ശൈഖ്? അദ്ദേഹത്തിനെ എതിർക്കുന്നവരുണ്ട്, എതിർക്കുന്നവർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ പേര് ദിക്ർ ചെല്ലുന്നവരും അദ്ദേഹത്തിന്റെ റാത്തീബ് ചെല്ലുന്നവർക്കും സത്യത്തിൽ ശരിയാവണ്ണം അറിയത്തില്ല. എല്ലാവരുടെ അല്ല, ആലിമീങ്ങളെയും തക്കമുള്ള ആളുകളെ കുറിച്ചല്ല, സാധാരണക്കാരായ ചില ആളുകളെ കുറിച്ചാണ്. പഠിച്ചിട്ടില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് സംവദിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ ഒരു വേറെ വിഷയമാണ്. മുഹീദ്ദീൻ ശൈഖ് ആരാണ്? അദ്ദേഹത്തിന്റെ വാപ്പ, അദ്ദേഹത്തിന്റെ ഉമ്മ രണ്ടുപേരും പരമ്പര വന്നിരിക്കുന്ന ആരിലൂടെയാ? ഫാത്തിമ ബിയുടെ 2 മക്കളിലൂടെ. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ഞാനത് പറയാൻ കാരണം എന്താ? ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര വന്നിരിക്കുന്നത് ഹസൻ റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. മിൻ സുലാലത്തി ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഫാത്തിമ ബിയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെയാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇമാം മഹ്ദി റളിയല്ലാഹു തആല ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോ ആദ്യമായിട്ട് ചെയ്യുന്ന സംഗതി ഏതെന്നറിയുമോ? ഈ ലോകത്തുള്ളതാകുന്ന സാമ്പത്തികമായ പ്രശ്നത്തെ പരിഹരിക്കലാണ്. ലോകം മുഴുവനും സാമ്പത്തികപരമായി പ്രയാസത്തിലാണ്. ആ സമയത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫിൽ, പുണ്യമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചാരത്ത് പരിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ യമാനിന്റെയും ഇടയിൽ ഇശാ കഴിഞ്ഞുകൊണ്ട് വരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് ഒരു സ്വർണത്തിന്റെ മല ഉയർന്നു വരുമത്രേ. ജനങ്ങൾ മുഴുവനും അങ്ങോട്ട് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈമാനുള്ള മുഅ്മിനേ, ഈമാനുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ അങ്ങോട്ട് ഓടരുതേ, ഓടരുതേ, അങ്ങോട്ട് പോകരുതേ, പോകരുതേ. യുഖതലു 99 ഫിൽ മിആ ശഫീഉനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങോട്ട് ഓടുന്നതാകുന്ന 99% ആളുകളും മരണത്തിലേക്ക് വഴുതി വീഴുമേ. അവിടെ യുദ്ധം നടക്കുമേ. യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന സ്വർണത്തിന്റെ മലയിൽ നിന്ന് സ്വർണം കരഗതമാക്കാൻ ഓടുന്ന ജനങ്ങളിൽ അധികവും യുദ്ധത്തിലൂടെ മരിച്ചു വീഴുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. യുഖ്തലു 99 ഫിൽ മിആ, 99% ആളുകളും യുദ്ധം ചെയ്തുകൊണ്ട് മരണപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്ന സന്ദർഭമാണ്. ഏതാനും ചില ആളുകൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരുകയാണ്. അവർ മുസ്ലിമീങ്ങളാണ്, അവർ മദീനക്കാരാണ്. അവർ ഓടി വന്നുകൊണ്ട് മഹാനുഭാവനെ ബൈഅത്ത് ചെയ്യുകയാണ്. ഞങ്ങൾ നിങ്ങളെ അനുസരിച്ചു കൊള്ളാം, നിങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാം. ഞങ്ങളുടെ ഖലീഫയായി ഞങ്ങളിതാ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങളുടെ സയ്യിദായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇമാം മഹ്ദി. ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളാകുന്ന മദീനക്കാര് കടന്നു വരുമ്പോ മക്കക്കാര് തൊട്ട് പിറകെ ബൈഅത്ത് ചെയ്യുകയാണ്. പിന്നീട് ഇറാഖികൾ ബൈഅത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പിന്നെ ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിലുള്ളവർ ഓടി ചെന്നുകൊണ്ട് ഇമാം മഹ്ദിയുടെ വരവറിഞ്ഞുകൊണ്ട് മക്കയിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുമത്രേ, ബൈഅത്ത് ചെയ്യുമത്രേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആ സമയത്ത് സമ്പത്തില്ല, കയ്യിൽ പണമില്ല, ഒരു പവറുമില്ല, എല്ലാവരും തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ യഹ്സിൽ മാല ഹഫിയാ ലാ യഉദ്ദുഹു അദാ ലാ യഉദ്ദുഹു അദാ. കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഒങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. സാമ്പത്തിക പരാധീന അനുഭവിക്കുന്ന, തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നതായ പടച്ചറപ്പേ, ഞങ്ങൾക്കൊരു നേതാവിനെ, ഞങ്ങൾക്കൊരു ഖലീഫയെ തരണേ അല്ലാ, മഹദിയെ തരണേ അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞോട് നാഥനോട് ചോദിച്ചു കൊണ്ടിരുന്നതായ മോമിനീങ്ങൾക്കിടയിലേക്ക് ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുകയാണ്. മോമിനീങ്ങൾ അവരുടെ അടുക്കലേക്ക് എത്തുമ്പോ യഹ്സിൽ മാല ഹസിയാ, സമ്പത്ത് അദ്ദേഹം വാരി വിതറുമത്രേ. ലാ യഅ്ദുഹു അദാ, ആ സമ്പത്ത് കൊടുക്കുന്നതിൽ അദ്ദേഹം എണ്ണി തിട്ടപ്പെടുത്തുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്സിൽ മാല ഹസിയൻ ലാ യഅദ്ദുഹു അദാ ശഫീഉനാ റസൂലുള്ളാഹി. ആ പണം എത്രടാ വേണ്ട, അതെനിക്ക് ഇത്ര പിടിച്ചോ. സമ്പത്ത് അങ്ങോട്ട് കൊടുക്കും, പണമെന്നല്ല പറഞ്ഞു, യഹ്സിൽ മാല, സമ്പത്ത് കൊടുക്കും, സമ്പത്ത് കൊടുക്കും. ഹസിയ യഹ്സിൽ മാല ഹസിയൻ ലാ യഅദ്ദുഹു അദാ. എണ്ണുന്ന പരിപാടിയില്ല, ഇഷ്ടം പോലെ കൊടുക്കും. അന്നങ്ങാണം ജീവിച്ചാൽ മതിയായിരുന്നു. പലരും അങ്ങനെ മനസ്സിലായിരുന്നില്ലേ, പൈസ കുറെ കിട്ടിയായിരുന്നു. നമുക്ക് ഇപ്പോഴും അതാ ചിന്ത. അല്ലാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിലുള്ള സാമ്പത്തികമാകുന്ന പരാധീനകൾ തീർക്കുകയാണ്. വീണ്ടും മഹാനവറുകൾ മുസ്ലിമീങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുകയാണ്. അവർക്ക് നേതൃത്വം വഹിക്കുകയാണ്. അവരെ മുഴുവനും ഒരു കൊടക്കീഴിൽ കൊണ്ടുവരികയാണ്. ഒരു ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും അദ്ദേഹം കൊണ്ടുവരികയാണ്. ഒരു തസ്ബീഹ് മാലയിലുള്ള മുത്ത്
മുത്തുമണികളെ പോലെ മഹാനുഭാവൻ കോർത്തിണക്കുകയാണ്, എല്ലാവരെയും ഐക്യത്തിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് ലോകത്തെ വിവിധ ആദർശങ്ങളുമായി നീങ്ങുന്ന മുസ്ലിമേ എല്ലാവരെയും ഒരൊറ്റ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ ഇമാം മഹദി റളിയല്ലാഹു അൻഹു കൊണ്ടുവരികയാണ്. ഒരൊറ്റ നേതൃത്വമാണ്, ഒരൊറ്റ കലിമ മാത്രമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന മഹോന്നതനായ വ്യക്തിയാണ് ഇമാം മഹദി റളിയല്ലാഹു തആല അൻഹു. മഹാനുഭാവൻ വിളംബരം ചെയ്യുകയാണ്, അടുത്തതായി നമ്മുടെ പ്രവർത്തനം തുർക്കി പിടിച്ചെടുക്കലാണ്. മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് അവസാന കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്നതായ തുർക്കി പിടിച്ചെടുക്കാൻ വേണ്ടി ഇമാം മഹദി റളിയല്ലാഹു അൻഹു സൈന്യവ്യൂഹവുമായി പരിശുദ്ധ മക്കയിൽ ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മഹദിയത മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധമായ തുർക്കി മുസ്ലിമിന്റെ കൈവെള്ളയിലേക്ക് തിരിച്ചെത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ ആ മഹദി ഇമാമിന്റെ അവതാരങ്ങൾ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, നീ പൊരുത്തം നൽകണേ അല്ലാ. അവസാന കാലഘട്ടത്തിലെ സംഭവമാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ലോകത്ത് മുഴുവനും ഇസ്ലാമികമായ സിസ്റ്റമാറ്റിക് കൊണ്ടുവരും അത്രേ, എല്ലാവരെയും ഐക്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ജനങ്ങൾ കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരും അത്രേ. സയ്യിദുനാ റസൂലുള്ളാഹി ഇതൊക്കെ അവസാന സംഭവമാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനത്തോടുകൂടി ഒരുപാട് അടയാളങ്ങൾ ഇനിയുണ്ട്. നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവന്റെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ മദദ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സാധാരണ വ്യക്തിയായിട്ട് നമ്മൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കരുത്. പലരും അങ്ങനെ ഇന്നും പുസ്തകത്താളിലൂടെ ഒക്കെ എഴുതുന്നുണ്ട്. പലരും അദ്ദേഹത്തെ ഒരു സാധാരണക്കാരായിട്ട് മനസ്സിലാക്കുന്നത്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു പേര് കേൾക്കുമ്പോൾ തന്നെ റളിയല്ലാഹു അൻഹു എന്ന് പറയുക, എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതാം. നബിയുടെ പേര് അങ്ങനെ തന്നെയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് എഴുതിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് ബ്രാക്കറ്റിലിടും അല്ലേ? ബ്രാക്കറ്റിൽ നമ്മൾ ഇടൂലേ? അങ്ങനെ ആദ്യമായിട്ട് സീന് ബ്രാക്കറ്റ് ഇട്ടതാകുന്ന വ്യക്തിയുടെ കൈ മുറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹിമഹുല്ലാ അവിടുന്ന് വ്യക്തമാക്കുകയാണ്. അവിടുന്ന് ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചു നോക്ക്, ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഒന്ന് ചുരുക്കി എഴുതിയ, ഷോർട്ട് ഫോമിൽ എഴുതിയ, നമ്മളങ്ങനെ എഴുതുമല്ലോ സീൻ, അങ്ങനെ, അതായത് ബറക്കത്ത് കേടാന്ന് അർത്ഥം. ഒരിക്കലും പാടില്ല. കാരണം അത് പരിപൂർണമായി എഴുതുന്നതുകൊണ്ട് നമുക്കൊരു, നമ്മൾ സ്ഥലം സ്പേസ് പോകുന്നു എഴുതിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ എഴുത്ത് അങ്ങനെ എഴുതിയാലുള്ള ഗുണം എന്താണെന്നറിയോ? ഇത് വായിക്കുന്നവർ അത് പരിപൂർണമായിട്ട് അങ്ങ് വായിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയത്ത് നമ്മൾ മറ്റേ എന്നൊരൊറ്റ ഇതിലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായിട്ട് പറയൂല. അതൊക്കെ അദബ് കേടാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അദബ് കേടാണ്. ഇമാം നവവി തങ്ങൾ ആരാണ്? വലിയുല്ലാഹി ബിലാ നിസാ, അല്ലാഹുവിന്റെ വലിയാണതിൽ തർക്കമില്ല എന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാകുന്ന തുഹ്ഫയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ഇമാം നവവി റഹിമഹുല്ലാ. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. തഖ്രീബുൻ നവാവി എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ എഴുതി ചേർത്ത സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. പേര് ഷോർട്ട് എഴുതാൻ പാടില്ല. അത് ആരുടെ പേര്, മഹത്തുക്കളുടെ പേര് പറയുമ്പോൾ നമ്മൾ ഉറക്കെ തന്നെ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞേക്കണം. എന്തിനാ നമ്മുടെ നാവ് വെറുതെ വ്യസ്താക്കുന്നത്? നമ്മളെന്തിനാ നാവ് വെറുതെ അപകടത്തിലേക്ക് എത്തിക്കുന്നത്? നമ്മളെന്തിനാ വെറുതെ അപകടത്തിലേക്ക് പോകുന്നത്? അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. അദബ് വെക്കേണ്ട ആളുകളെ അദബ് വെക്കേ പറ്റൂ, ബഹുമാനിച്ചേ പറ്റൂ. അതാണ് ശരീഅത്തുൽ ഇസ്ലാം തന്നെ. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക. അത് തന്നെയാണ് ഇസ്ലാമിന്റെ ആകത്തുക. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്തെ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ശനിയാഴ്ച ദിവസം തന്നെ നമ്മൾ വഅദിനെ തെരഞ്ഞെടുത്തത്, നാളെ സുബഹി കഴിഞ്ഞതിന് ശേഷം ഉദയം കഴിഞ്ഞ് കുറച്ചു നേരം നമുക്ക് വിശ്രമിക്കാം. കാരണം ഞായറാഴ്ച ദിവസമാണ് അല്ലേ? പിന്നെ കല്യാണത്തിനൊക്കെ പോയി മട്ടനും ഒക്കെ ബീഫൊക്കെ അടിച്ചാൽ മതി അല്ലേ? കുറച്ച് സമയമുണ്ട് ഉറങ്ങാനായിട്ട്. അടുത്ത കൊല്ലം ഇവിടെ വാത് വെക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അവർക്ക് വീടായിരിക്കും. അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. ദീനനുസരിച്ച് മുറുകെ പിടിച്ച് പോയിക്കോളി. അള്ളാഹു അതിന് ഖൈർ തരും, കവാടങ്ങൾ അള്ളാഹു തുറന്നു തരും. സമ്പത്ത് വേണോ? ഇസ്തിഗ്ഫാർ ചെയ്യ്. സയ്യിദുനാ റസൂലുള്ളാഹി ഖുർആൻ തന്നെ അതിന് സാക്ഷിയല്ലേ? ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലി സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബി അംവാ
അംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ, നമുക്കൊക്കെ അറിയാവുന്ന ദിക്റാൻ. പക്ഷെ നമ്മളിൽ പലരും നിസാരാക്കി. ഇത് നബി തങ്ങൾ 70 പ്രാവശ്യം പറയുന്നു ഒരു റിവായത്തിലും, 100 പ്രാവശ്യം പറയുന്നു മറ്റൊരു റിവായത്തിലും. കാരണം എന്താ അതിന്റെ അർത്ഥം? അത് രണ്ടും കൂടി ജംഅ ചെയ്ത് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു. അതിന്റെ ഇക്സാറിനെ അധികരിപ്പിക്കുന്നതിനെ കുറിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ റിവായത്ത് വന്നത് തന്നെ. രണ്ട് നബിതങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? എത്ര ചെല്ലാൻ പറ്റുമോ അത്രയും ചെല്ലണം എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. കുറഞ്ഞത് 100 എണ്ണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു ദിവസത്തിൽ കുറഞ്ഞത് ഇസ്തിഗ്ഫാർ എത്ര എണ്ണം? 100 എണ്ണം. നമ്മളത് ചെല്ലിയാൽ പോരാ. ഇത് നബിതങ്ങൾ 100 എണ്ണം ചെല്ലിയെങ്കിൽ നമ്മൾ എത്ര ആയിരക്കണക്കിന് ചെല്ലണം? ചൊല്ലിയാൽ തീർച്ചയാണ് നമുക്ക് സാമ്പത്തിക ഭദ്രത കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. സൂറത്ത് പറയാൻ പോകുന്നു. തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറയുകയാണ്, ഇന്നി ഉഹിബ്ബു ഹാദിഹി സൂറത യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, ഈ സൂറത്ത് ഞാൻ വല്ലാതെ ഇഷ്ടം വെക്കുന്നു നബിയേ. ഏതെന്നറിയുമോ? സൂറത്തുൽ ഖലാസ്. സൂറത്തുൽ ഖലാസ്, ഖലാസ് സൂറത്ത്. എന്താണ് ആ സൂറത്ത് പറയുന്നത്? എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. ഏതാണ് സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാണ് സൂറത്ത്. ആ സൂറത്ത് എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. നിനക്ക് ഇഷ്ടമുള്ളതാകുന്ന ആ സൂറത്തായതുകൊണ്ട് തന്നെ ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടപ്പെടല് നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം ആ സൂറത്തിനുള്ള പേരെന്താണെന്നറിയോ? അതാണ് അള്ളാന്റെ റസൂലിന്റെ അള്ളാഹുവിന്റെ ഇൻഷൽ. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്കൊക്കെ ഒരു ഇൻഷലുണ്ട്. എന്താ ഉസ്താദിന്റെ ഇൻഷൽ? എന്താ? കെ ആണ് ഇൻഷൽ. കാരണം അവരുടെ പാപ്പാടെ പേര് അല്ലെങ്കിൽ കുടുംബത്തിന്റെ പേര് അതിലേക്ക് ചേർത്ത് വെക്കും അല്ലേ? ഓരോരുത്തർക്കും ഓരോ ഇനിഷ്യൽ ഉണ്ടാകും, ഇനീഷ്യൽ ഉണ്ടാകും. ആ ഇനീഷ്യൽ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? അവന്റെ കുടുംബ പേര്, അവന്റെ വാപ്പായുടെ പേര് അതിന്റെ തുടക്കത്തിലേക്ക് സൂചിപ്പിക്കുന്ന അക്ഷരമായിരിക്കും. അള്ളാഹുവിന്റെ ഇനിഷ്യൽ, അള്ളാഹുവിന്റെ ഐഡന്റിറ്റി ഇനിഷ്യൽ ഏതാണ്? ഇതാണ്, ഈ സൂറത്താണ്. ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ലികുല്ലി ശൈഇൻ നസബുൻ വമാ നസബു റബ്ബിക യാ മുഹമ്മദൂ. നബിയേ നബിയേ, എല്ലാ വസ്തുക്കൾക്കും ഓരോ കുടുംബ മഹിമയുണ്ട്, ഓരോ ഇനിഷ്യലുകളുണ്ട്. വമാ നസബു റബ്ബിക യാ മുഹമ്മദൂ, നിന്റെ റബ്ബിന്റെ ഇനിഷ്യൽ എന്താണ്? فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുകയാണ്. ഫതലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാണ് അല്ലാഹുവിന്റെ ഇനിഷ്യൽ. ആര് പഠിപ്പിച്ചു കൊടുത്തു? സയ്യിദുനാ റസൂലുള്ളാഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും നബിതങ്ങൾ കൂടി ഞങ്ങളിങ്ങനെ പോവാൻ. അഖബലതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും അല്ലാഹുവിന്റെ റസൂലും കൂടി നടന്നു പോകുമ്പോ ഫസമിഅനാ, ഞങ്ങൾ കേട്ടു, സൂറത്തുൽ ഇഖ്ലാസ്, ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത് ഞങ്ങൾ കേട്ടു. ഒരു മനുഷ്യൻ ഓതുകയാണ്, അയാൾ വീട്ടിലിരുന്ന് പാരായണം ചെയ്യാൻ. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, വജബത്ത് ലഹു, അവന് നിർബന്ധമായി കേട്ടോ സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ചോദിക്കപ്പെട്ടു, സ്വഹാബികൾ കൂടെ ഉണ്ടല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമാ വജബത്ത് യാ റസൂലല്ലാഹ്, എന്താണ് അദ്ദേഹത്തിന് നിർബന്ധമായത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വജബത്ത് ലഹുൽ ജന്ന, വജബത്ത് ലഹുൽ ജന്ന, വജബത്ത് ലഹുൽ ജന്ന. അദ്ദേഹത്തിന് സ്വർഗ്ഗം നിർബന്ധമായി, സ്വർഗ്ഗം നിർബന്ധമായി എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ.